നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ മാസപ്പടി കേസിൽ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ കഴിഞ്ഞ ദിവസമാണ് ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത്. വീണ വിജയനെ ഈ മാസം 12-നാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് ED അയച്ചിരുന്നത്. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ വിജയൻ 12-ന് ഹാജരായില്ല. 2 ആഴ്ചത്തെ സമയം ചോദിക്കുകയാണ് വീണ ചെയ്തത്. എന്നാൽ 2 ആഴ്ചത്തെ സമയം ED അനുവദിച്ചില്ല എന്നു മാത്രമല്ല, ബുധനാഴ്ച ഹാജരാകാൻ 2ാമത്തെ സമൻസ് ED നൽകി. ഈ 2ാമത്തെ സമൻസും കിട്ടിയപ്പോൾ ഒഴിഞ്ഞുമാറാൻ കഴിയാതെ വീണ ബുദ്ധിമുട്ടി. ഒടുവിൽ EDക്ക് മുന്നിൽ ഹാജരാകാനും EDയുടെ ചോദ്യം ചെയ്യലിന് വിധേയയാകാനും വീണ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 10:30 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി ഓഫീസിലേക്ക് വീണ വിജയൻ തൻ്റെ ഭർത്താവും MLAയും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനോടൊപ്പം എത്തിച്ചേർന്നത്. മുഹമ്മദ് റിയാസിനെ പുറത്തു നിർത്തി വീണ വിജയൻ ഒറ്റയ്ക്ക് ED ഓഫീസിലേക്ക് കയറിപ്പോകുന്നത് കേരളം കണ്ടതാണ്. ഏതാണ്ട് 10:30 വീണ വിജയൻ എത്തിയെങ്കിലും 11 മണിയോടുകൂടി 11 മണി വരെ അവിടെ ആ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം 11 മണിയോടുകൂടിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരെത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടു. ഏതാണ്ട് 8-8.5 മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ നീണ്ടു എന്നാണ് സൂചന. രാത്രി 7:50 വീണ വിജയൻ പുറത്തേക്കിറങ്ങി വന്നത്. പുറത്തേക്കിറങ്ങി അതീവ സുരക്ഷയിൽ മാധ്യമപ്രവർത്തകരോട് ഒന്നും തന്നെ സംസാരിക്കാതെ കാറിൽ കയറി മടങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടു. 8.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ വീണ പൂർണ്ണമായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് നിസ്സഹകരിച്ചു എന്നാണ് സൂചന. അതായത് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട രേഖകളൊന്നും തന്നെ വീണ വിജയൻ ഹാജരാക്കിയില്ല. ഈ രേഖകൾ പ്രധാനമായും CMRLും എക്സാലോജിക്കും തമ്മിലുള്ള കരാറും ഇടപാടുകളും സംബന്ധിച്ച രേഖകളായിരുന്നു. ഇതിന് വീണ വിജയൻ നൽകിയ ഉത്തരം CMRLും അതുപോലെ തന്നെ എക്സാലോജിക്കും തമ്മിൽ നടന്ന ചർച്ചകൾ ഇതെല്ലാം നേരിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രേഖകൾ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് വീണ വിജയൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുന്ന മൊഴി. ഇതൊരു കാരണവശാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല. വ്യക്തമായ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. എന്നാൽ ആ രേഖകളെല്ലാം മുക്കിയിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി ED അന്വേഷണം മുന്നോട്ട് പോകാതെ വീണ വിജയനും കൂട്ടരും തടസ്സപ്പെടുത്തിയിരുന്നല്ലോ. ഈ തടസ്സപ്പെടുത്തിയ സമയത്തൊക്കെയും തെളിവുകൾ നശിപ്പിക്കാൻ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ED ഹാജരാക്കാനായി നിർദ്ദേശിച്ച രേഖകളിൽ പലതും വീണ വിജയൻ ഹാജരാക്കിയില്ല. അതിന് ചോദ്യം ചെയ്തപ്പോൾ വീണ വിജയൻ പറഞ്ഞത് ഇത് അനൗപചാരികമായ രേഖകളാണ്, നേരിട്ടുള്ള മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ നേരിട്ടുള്ള ആശയവിനിമയത്തിലാണ് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചിരുന്നത്, അതുകൊണ്ട് രേഖകൾ സൂക്ഷിച്ചിട്ടില്ല എന്നാണ്. എന്തായാലും രേഖകൾ വീണ വിജയൻ ഹാജരാക്കിയില്ലെങ്കിലും ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിർണായകമായ രേഖകൾ ഇപ്പോഴും SFIOയുടെ കയ്യിലുണ്ട്. SFIO ഈ ഇടപാടുകളെ ഇഴകീറി പരിശോധിക്കുകയും ഇതിൽ കൃത്യമായ കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ചില രേഖകൾ SFIO അന്വേഷണത്തിൻ്റെ ഭാഗമായി അവരുടെ കയ്യിലുമുണ്ട്. ഈ രേഖകൾ കൈമാറണമെന്ന് ED ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഭാഗികമായി മാത്രമാണ് രേഖകൾ SFIO എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇതുവരെ കൈമാറിയിട്ടുള്ളത്. അതുടൻ തന്നെ ബാക്കിയുള്ള രേഖകളും കൂടി കൈമാറുമെന്നും ആ രേഖകൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ വീണ വിജയൻ നൽകിയ മൊഴി ക്രോസ് ചെക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇനിയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ബാങ്ക് ഡീറ്റെയിൽസ് അടക്കം ഏതാനും ചില അപര്യാപ്തമായ രേഖകൾ മാത്രമാണ് വീണ വിജയൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നൽകിയിട്ടുള്ളത്. ഇത് തീർച്ചയായും വീണ വിജയനെ ഊരാക്കുടുക്കിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിയമവിദഗ്ധർ പറയുന്നത് ഈ രേഖകൾ നൽകാതെ ഒളിച്ചു കളിക്കുന്നത് കേസിനെ കൂടുതൽ ബലപ്പെടുത്തുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ വീണ വിജയൻ കൂടുതൽ കുരുക്കിലേക്കാണ് പോകുന്നത്. രേഖകൾ നൽകാതെ കേസിനെ പ്രതിരോധിക്കാൻ വീണ വിജയൻ ശ്രമിക്കും തോറും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കൂടുതൽ കുരുക്കിലേക്ക് വീണ വിജയൻ മാറുക തന്നെ ചെയ്യും. ഇതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വീണ്ടും വീണയെ വിളിപ്പിക്കും എന്ന് അനുമാനിക്കാൻ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി SFIOയുടെ പക്കലുള്ള ചില തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദിക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കിട്ടും. ആ രേഖകൾ പരിശോധിച്ച് വീണയുടെ മൊഴിയുമായിട്ടുള്ള താരതമ്യം ഉടൻ തന്നെ നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ EDക്ക് കൃത്യമായ ചില തെളിവുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ആ തെളിവുകളിലേക്ക് എത്തിയാൽ തീർച്ചയായും ഒരു തവണ കൂടി വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടി വരും.
അങ്ങനെയെങ്കിൽ ഒരു തവണ കൂടി വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. മൂന്നാം സമൻസ് ED അണിയറയിൽ ഒരുക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും മൂന്നാം സമൻസിൽ വീണ വിജയൻ എന്തുത്തരമാകും നൽകുക? ഇതുവരെ നൽകിയിട്ടുള്ള മൊഴികളിലെ വൈരുദ്ധ്യം അത് ഏറ്റുപറയുമോ, മൊഴി മാറ്റിപ്പറയുമോ? ഇതെല്ലാമാണ് ഇനിയിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉറ്റുനോക്കുന്നത്. ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു. പരിശോധനകൾ നടത്തി വീണ വിജയൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് മറു ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമോ എന്നാണ് ഇനി വരും ദിവസങ്ങളിൽ കാണാനുള്ളതും.